ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കപ്പ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം, നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ റെസിപ്പി ചെയ്യാൻ കുറച്ച് താമസിച്ചു. നമ്മുടെ പാൽക്കപ്പയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മരിച്ചിനെയൊക്കെ നല്ലതുപോലെ ഒന്ന് തൊലിയൊക്കെ ചേർത്ത് ഞാൻ ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 വിസിലിന് ഇത് വേകുന്ന അനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ 3 വിസിലിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് നല്ല കപ്പയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ചെറുതായിട്ട് കേടായ കപ്പയും കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോൾ കുറച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കപ്പ കേടായതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ ചെറിയൊരു വരയെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ്. അങ്ങനെ ഇനി വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മുടെ ഈ കപ്പയുടെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. കളഞ്ഞെടുത്ത് ഞാൻ മറ്റൊരു പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതാണ്ട് ഒരു 3 ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ. ഇതിലോട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രൂപത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽക്കപ്പ തയ്യാറാക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു മണമൊക്കെ ആയിരിക്കും നമ്മുടെ പാൽക്കപ്പയ്ക്ക്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി അടുത്തതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെന്ത ചിലതിലൊക്കെ ഏതാണ്ട് ഞാൻ കേടായിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെയാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. വേകുമ്പോഴാണ് നമുക്കത് കൂടുതലും അറിയാൻ പറ്റുന്നത്. പച്ചക്ക് ഇരിക്കുമ്പോൾ അത്രയ്ക്ക് അറിയില്ല. തൊലിയൊക്കെ മാറ്റി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടപ്പുകൊണ്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഒരു 3/4 ഭാഗത്തോളമാണ് മറ്റേത് വെന്തിട്ടുള്ളൂ. 3 വിസിലിനെ ഞാൻ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്തിന് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തതോ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റും ഒരു മണമൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നെ ഇനി ഞാൻ പച്ചമുളക് ചതച്ചിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ കണക്കാക്കി ഞാൻ ഇതുപോലെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതും തോനെയൊന്നും ചേർത്തിട്ടില്ല, 2 മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി കിട്ടിയാലേ ഇനി നമുക്ക് അടുത്തത് പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാണ്ട് തേങ്ങാപ്പാലൊക്കെ ഏതാണ്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് കണ്ടല്ലോ, അത് തിളയ്ക്കുന്നുണ്ട് നല്ലതുപോലെ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒരു മീഡിയം ലെവലിലാണ് വെച്ച് കൊടുത്തത്. ഇപ്പോൾ നല്ല മാക്സിമം വറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് കുറച്ച് ചാറൊക്കെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ കൂടെ ഒന്ന് ഞാൻ താളിച്ചെടുത്തു. ഇതുപോലെ നല്ല വെളിച്ചെണ്ണയിൽ വേണം താളിച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയും കൂടെ ആയതിനു ശേഷം അരപ്പിലോട്ട് ഒന്ന് പിടിച്ച് കിടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നല്ല മീൻകറിയുടെ കൂടെയും വെറുതെയും കുട്ടികളൊക്കെ കഴിക്കും. എല്ലാവരും ചെയ്തു നോക്കുക. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ മിക്കവരും ചെയ്തതൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നല്ല വറ്റിയിട്ടുണ്ട്. അതാ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ചാറോട് കൂടി വേണം വെച്ചിരിക്കാൻ കേട്ടോ. തീരെ വറ്റിച്ചെടുത്താലും കൊള്ളൂല. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ചാറൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി